ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സൺ ടാന് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളൊരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒറ്റ ഫേസ് പാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മളിത് 2 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്ക്രബ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രബും മസാജും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി കേട്ടോ. ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പം നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ഡെയിലി ചെയ്യുന്നത് അത്ര കൊള്ളത്തില്ല. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ടുള്ള പൊടി എടുക്കുക. പത്തിരിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പിന്നെ ചിലരുടെ ഫേസിൽ തരി പോലെയുള്ള കുരുക്കളൊക്കെ ഉണ്ട്. ആ ഒരു കുരുക്കളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 1 സ്പൂൺ അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ്. പാലെടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാൽ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പാടുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ 1 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് വേണ്ട അലോവേര ജെല്ലാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ലീഫ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെൽ 1 സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇത് പിന്നെ ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുന്നത്. നമുക്കിത് ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി. പിന്നെ നമ്മളിത് 2 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു മസാജിങ്ങും സ്ക്രബിങ്ങും ഒക്കെ കൊടുക്കും. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് തന്നെ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മളിത് മൊത്തത്തിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യാനായിട്ട്. മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ മസാജിങ്ങും ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്ക്രബിങ്ങും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ക്രബിങ് ആൻഡ് മസാജിങ് ആണ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സ്ക്രബിങ്ങും മസാജിങ്ങും കൂടെ ഒന്നിച്ചങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു കോട്ട് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നൊന്ന് ടൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സൺ ടാന് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.